ഹായ്, ഞാൻ എന്താ വർക്ക് സ്പേസിൽ എത്തിയിട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല ക്ലീൻ ചെയ്ത റൂമൊന്ന് പോയി നോക്കാം. ഇങ്ങനെയായിട്ടുള്ളത്. ഈ കേട്ടന് മാറ്റിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചേഞ്ചസ് തോന്നില്ല. ക്യാമറയിലൂടെ എത്ര മനസ്സിലാന്ന് തോന്നില്ല, പക്ഷെ എനിക്ക് ഇവിടേക്ക് വന്നപ്പോൾ നല്ല ചേഞ്ചസ് തോന്നിട്ടോ. മറ്റേ ആ ഒരു ഡാർക്ക് വൈബ് അടിക്കും ആ റൂമിൻ്റെ ആ കേട്ടൻ്റെതേ. ഇതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഫ്രെയിംസൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു കുറേ ഹാർഡ് ബോർഡൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയി കിടക്കുന്നത്, അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സെറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കുക. അതായത് ഫ്രെയിം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കല്ലോ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള ഒരു ഇതും കൂടി സെറ്റ് ചെയ്യണം. അതിനുള്ളൊരു സ്ഥലം അതായത് ഇവിടെയോ അവിടെയോ അല്ലെങ്കിൽ ആ റൂമിൽ തന്നെ ആയിട്ടും സെറ്റ് ചെയ്താലും മതി. ഇവിടുന്ന് പാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ ഫോട്ടോ, അതായത് പാക്ക് ചെയ്ത പാടുന്ന നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ സ്റ്റോറിയൊക്കെ ഇടാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പും കൂടി റെഡിയാക്കി വെക്കണം. നമ്മൾ ആ റൂമിലായിരുന്ന ടൈം അവിടെ ഒരു വോളുണ്ട്. ആ വോളിൽ കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ഇതെടുക്കൽ. പാക്ക് ചെയ്യും, അപ്പം തന്നെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റോറി ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. ഇതൊക്കെ ഇന്നലെ ക്ലീൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, എന്തായാലും കിട്ടും. അപ്പോൾ ഫുള്ളുള്ളൊരു സെല്ലോ ടേപ്പ് ഇതാ പകുതി യൂസ് ചെയ്തത്, ഇതും പകുതി യൂസ് ചെയ്തത്, ഇനി യൂസ് ചെയ്യാനുണ്ട്. പിന്നെ ഇതാ ഈ 2 കുഞ്ഞി കത്തികൾ, ഈ കത്രിക, പിന്നെ ഈ കത്തി. ഇത് പിന്നെയും കാണാതായതെന്ന് തോന്നുന്നു. ഇത് കാണാൻ ഇന്നലത്തെ ആ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടി. പിന്നെ ഇതും കിട്ടിയ കേട്ടോ. ഇതും അതേപോലെ തന്നെ മാസ്കിങ് ടേപ്പാണ്. ഇതും അങ്ങനെ കിട്ടിയതാണ്. ഇനിയിപ്പോൾ ഞാൻ പോയി പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങട്ടെ കേട്ടോ. ഡെയിലി പണികളിലേക്കൊക്കെ കിടക്കട്ടെ. ഇനി ഇവിടെ ഉള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അത് എന്തായാലും വെള്ളട്ടൊന്ന് ഇതാക്കേണ്ടി വരില്ല. പറ്റിപ്പോയതാണ് ഇങ്ങനെയോ, ഇങ്ങനെ പേപ്പർ അതിൻ്റെ മുകളിൽ പറ്റിപ്പോയതാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് അറിയാം, ഈ മേശ ആ റൂമിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് അവിടുന്ന് പാക്ക് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് അവിടെ ആകുമ്പോൾ ഒരുമിച്ചിരുന്ന് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ അത് അപ്പം തന്നെ കൊടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ ഈ റൂമിലേക്ക് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് വരണം, പിന്നെ അങ്ങനെ അവിടെ പ്രിൻറ്റ് ചെയ്യാൻ പിന്നെയും വേണം. അതിനേക്കാളും നല്ലത് ഒരു റൂം തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പണ്ടങ്ങനെയാണ് കേട്ടോ, ഒരു റൂം തന്നെ പ്രിൻറ്റ് ചെയ്യുക പാക്ക് ചെയ്യാതാണല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ മേശ എന്ന് വെച്ചാൽ അവിടുത്തെ ഇതിന് മാച്ചാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു ടേബിൾ ഷീറ്റ് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നല്ല ടേബിൾ ഷീറ്റ് ഒന്ന് നോക്കി, കാരണം വീഡിയോ എടുക്കാനുള്ള പാകത്തിനും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് വൃത്തിയുള്ള സാധനം നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഇനി ഒന്ന് ഓഫ്ലൈനിലേട്ടം പോയി നോക്കിയിട്ട് നല്ല ഏതെങ്കിലും ടേബിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടിട്ട് വേണം ഇതാക്കാൻ. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളുണ്ട്. കാരണം അത് ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ മീഷോന്നൊക്കെ വാങ്ങിയ കുറേ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മളെ താഴെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വെച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ മേശ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് സമയം കിട്ടുമോ എന്നറിയില്ല. ഇന്ന് കുറേ ഡിസ്പാച്ച് ചെയ്യാണ്ട്, പിന്നെ അതിന് ഫ്രെയിം എടുത്ത് വരാണ്ട്, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പം സമയം കിട്ടുകയെന്ന് വെച്ചാൽ ഈ 2 ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി വിടണം. പിന്നെ മെയിനായിട്ട് ഈ അടിയിൽ കാണുന്ന ഒരു വൃത്തികേടാണ്, ഫുള്ള് പേപ്പറും സാധനമായിട്ട്, അതാണ് ക്ലീൻ ചെയ്യാൻ ടാസ്ക്. അതിനാണ് നല്ല സമയമൊക്കെ എടുക്കുക. ഇതൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യും പോലെ ക്ലീൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വലിയ ടാസ്ക്കില്ല, അതേനും ഭയങ്കര ടാസ്ക്കുള്ള പണി. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല. ഇന്നിപ്പോൾ നോക്കട്ടെ, സമയം കിട്ടുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ തുടയ്ക്കും വേണം, അതും കൂടി ഒന്ന് ചെയ്യണം സമയം കിട്ടുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ഈ ഒരു റാക്കിലേക്ക് നമുക്ക് ഫ്രെയിമൊക്കെ വെക്കണം. കാരണം പണ്ട് നമ്മൾ ഫ്രെയിം വെച്ചുകൊണ്ടിരുന്ന റാക്കായിരുന്നു. ഇവിടെ 2 റാക്കുണ്ട്. 2 റാക്കിൽ നമ്മൾ ഫ്രെയിംസ് മാത്രമായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം വെച്ചാൽ ഈ റൂം കംപ്ലീറ്റ് ഇട്ടുകൊണ്ട് ഫ്രെയിം അധികം നിലത്തന്നെ വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊന്നും വെക്കലില്ല. പണ്ടാകുമ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇതിൽ സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഫ്രെയിംസൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. 2 ഉണ്ട്, 6 റാക്കിൽ ഓൾറെഡി സാധനം ഉണ്ട്. ഇത് ഇനി ഫ്രെയിം വെക്കണം. പ്രിൻറ്റിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ പ്രിൻ്ററിന് കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വെച്ചാൽ ഇവിടെ ഒരു 10 പ്രാവശ്യം വന്ന് കളിക്കേണ്ടി വരും. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മളൊന്നുകൂടി ഒന്ന് സമയം കിട്ടും. മറ്റെന്ന് വെച്ചാൽ സമയം തീരെ കിട്ടില്ല. ഇതാകുമ്പോൾ പ്രിൻറ്റിങ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ അഡ്രസ്സ് എന്നത്തെയും പോലെ ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പ്രിൻ്റ് ചെയ്തത് ഇനി സിൽക്കിൽ ഇട്ടേക്കണം. പിന്നെ ഇന്ന് എഡിറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതൊക്കെ ഞാനിവിടെ എഴുതി വെക്കട്ടെ, എന്തൊക്കെ പണികളുള്ളതെന്ന് അത് ചെയ്യാം. അപ്പോൾ എന്നാൽ അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. നമ്മൾ ഇവിടെ ടേബിൾ ഇടേണ്ട പരിപാടി ക്യാൻസൽ ചെയ്തിട്ടു. എന്താ വെച്ചാൽ ഇവിടെ എവിടെയും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പിന്നെ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഇത് പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാർഡ് ബോർഡിനുള്ളിൽ നിന്ന് പൊടി വരും. അപ്പോൾ ആ പൊടി വന്നിട്ട് നമുക്കിങ്ങനെ കുറച്ച് മുന്നേ പാക്ക് ചെയ്ത ടൈമൊക്കെ അലർജി ഉണ്ട്. പിന്നെയാണ് ആലോചിച്ചത്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ ആ പൊടി ഇവിടെ തന്നെ തങ്ങി നിൽക്കുമല്ലോ, അപ്പോൾ അതൊരു പ്രശ്നമാവും. അതുകൊണ്ട് ആ പരിപാടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് തൽക്കാലം. പിന്നെ ഇവിടെ എവിടെയും വെക്കാനുള്ളൊരു ഇതില്ല. അതായത് ടേബിൾ ഇവിടെ വെച്ചാലും എന്ന് വെച്ചാൽ ഇവിടെ കയറുന്ന ഇവിടെ കൺജസ്റ്റഡ് ആവും. ഇവിടെ ആണെങ്കിൽ സാധനങ്ങളുണ്ട്, ഈ ടേബിളാണ് പ്രിൻ്റർ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഇതുണ്ട്. അപ്പം ആ പരിപാടി തൽക്കാലം ക്യാൻസൽ ചെയ്തിട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഫ്രെയിം എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. വെയിൽ കുറവൊന്നുമില്ല, എന്നാലും ഇപ്പോൾ പോയി എടുത്താൽ ആ ടൈം ആകുമ്പോൾ തിരക്കിടണ്ടല്ലോ വെച്ചിട്ടാണ്. ഫ്രെയിം എടുക്കണം, പിന്നെ എന്താ തെർമോക്കോൾ എടുക്കണം. ആ രണ്ടും എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിട്ടോ. നമ്മൾ വന്നപ്പോൾ മഴ പെയ്യാണ്ട് ഒന്നവിടെ മുഖം കേൾക്കൊണ്ട് കേട്ടോ. ഭയങ്കര വെയിൽ കേട്ടോ പുറത്ത്. അതാണ് ഇപ്പോൾ നമുക്ക് ചെറിയൊരു വെയിലൊക്കെ പോയി ഒരു ക്ലൗഡി ആയി. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വെയിൽ കേട്ടോ. ഇപ്പം ഇത് ക്ലൗഡി ആയി. കേട്ടോ ഞങ്ങളിത് തെർമോക്കോൾ എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഴ പെയ്ത്. ഇനിയിപ്പം മഴ കഴിഞ്ഞിട്ട് പോവാം. ഇപ്പം നിൽക്കുമായിരിക്കും. തെർമോക്കോൾ ആയതുകൊണ്ടേ നമുക്കിങ്ങനെ വണ്ടീൻ്റെ ബാക്കിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ മഴ പെയ്താൽ ടാസ്ക്കാണ് കൊണ്ടുവരാൻ. ഞാൻ തെർമോക്കോൾ ഓൾറെഡി കവറിലിട്ട് തരും മഴയാണെങ്കിൽ. പക്ഷേ നമ്മൾ തന്നെയല്ലോ, നമ്മൾ റെയിൻകോട്ട് വാങ്ങിയിട്ടില്ല. നമുക്കെന്താ വെച്ചാൽ തെർമോക്കോൾ എടുക്കാൻ പോകാൻ പറ്റില്ല കേട്ടോ, കാരണം മഴ പെയ്തുകൊണ്ട്. അപ്പം അവിടുന്ന് ഒരു ഓട്ടോയിൽ തെർമോക്കോൾ ഇങ്ങോട്ട് വിടാമെന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ എന്താ വെച്ചാൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഓട്ടോയിൽ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാക്കിങ് ചെയ്തുകൊണ്ട് നിൽക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടി പാക്ക് ചെയ്യാനുണ്ട്, ഇത്രയും പാക്ക് ചെയ്യണം. പിന്നെ തെർമോക്കോൾ വന്നിട്ട് വേണം അതുകൂടെ ചെയ്യാൻ. ഇപ്പോൾ ഓട്ടോ വന്നിട്ടോ, അവിടുന്ന് ഇങ്ങോട്ട് 50 രൂപയാണ് ഓട്ടോനായത്. അപ്പോൾ തെർമോക്കോളിന് 600, അപ്പോൾ ടോട്ടൽ 650 രൂപ കേട്ടോ. നമ്മൾ ഒരുവിധം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി കവറിലാക്കാനുണ്ട്. ഇനി തെർമോക്കോള് കട്ട് ചെയ്ത് വെച്ചിട്ട് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ മഴ പെയ്ത് കഴിഞ്ഞിട്ടോ, അതുകൊണ്ട് വലിയ മഴ ഇല്ലേനു, ചെറിയതായിട്ടൊരു പൊടിച്ചിലുണ്ടേനു. അപ്പോൾ ആ സാധനമൊക്കെ അവിടെ ഡിസ്പാച്ച് ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഒരു ചായ കുടിച്ചിട്ടോ. മഴയായതുകൊണ്ട് പിന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അന്നൊരു ഫോൺ നന്നാക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പോയതേനു കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ അത് റെഡി ആയില്ല, അത് റെഡിയാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇന്നും കുറച്ച് എന്താ പറയുക, മഴയൊക്കെ പെയ്തുകൊണ്ട് അതിനൊരു കുറച്ച് തിരക്കൊക്കെ ആയി. ആ ഒരു ഈവനിങ് ടൈമുള്ളൊരു ഹറിബറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം നാളെ കുറച്ച് നേരത്തെ പണികൾ ഒന്നുകൂടെ നോക്കണം, എന്നാലും ഒന്നുകൂടെ നേരത്തെ DTDCയിലൊക്കെ സാധനം എത്തിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം.